ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട്. അപ്പം ഫോർസൂസ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന ഒരു ടോപ്പിക്കാണിത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൺ 26 എന്താണെന്നുള്ളത് അല്ലേ. ജൂൺ 26 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ 26. അപ്പോൾ 1989 മുതൽ ഈ ദിവസം പ്രത്യേകം ആചരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ടല്ലേ. അപ്പം എന്താണ് ലഹരി അല്ലേ? എന്താണ് ലഹരി? ഇൻടോക്സിഫിക്കേഷൻ. എന്താണ് ലഹരി? ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിയെ മാനസികമായിട്ട് സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഈ ലഹരി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ഉപയോഗിക്കുന്നതുമായ ലഹരി വസ്തുവായ എന്നാൽ ഈ കേരളം മുതൽ സുലഭമായ പുകയില മുതൽ മദ്യം, കഞ്ചാവ്, കറുപ്പ്, MDMA ഇതുപോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിട്ടുള്ളത് കേരളത്തിലെ മാത്രം നോക്കിയാൽ നല്ലൊരു ശതമാനം ആളുകളാണ്. അതും ചെറുപ്പക്കാർ, യുവാക്കളായിട്ടുള്ള ആൾക്കാരാണ്. പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്, നമ്മൾ 90 കാലഘട്ടങ്ങളിൽ ജനിച്ച് വളർന്ന കുട്ടികൾ, അതായത് നമ്മൾ ഇപ്പം ഒരു യങ് സ്റ്റേജ് കഴിഞ്ഞ അതായത് ഇനി അടുത്ത 35-40 കാലത്ത് വെക്കാൻ പോകുന്ന നമ്മൾ കണ്ടിരുന്ന ഒരു കാലമുണ്ട്. അതായത് നമ്മൾക്ക് പരിചിതമായിട്ടുള്ള പുകയില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത് തെറുപ്പ് ബീഡിയാണ്. നമുക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള തെറുപ്പ് ബീഡിയാണ്. ഈ ഇലയിൽ ചുരുട്ടി പൊതിഞ്ഞ സാധനം, ഒരു നൂലിൻ്റെ കെട്ടൊക്കെ ഇട്ടിട്ട്, അതായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ബീഡി, സിഗരറ്റ് എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ള പണ്ടത്തെ ഒരു മദ്യപാനശീലമുള്ള ആളുകളെന്ന് പറഞ്ഞത് പണ്ട് ഒരു 60 അല്ലെങ്കിൽ 55 വയസ്സിന് ശേഷം ജോലിയിൽ നിന്നെല്ലാം വിരമിച്ച് ഒരു ജോലിയും ഇല്ലാതെ വീടുകളിൽ പറഞ്ഞിരിക്കുന്ന പണ്ട് കാലത്തുള്ള അപ്പച്ചന്മാർ, അവരുടെ നേരം പോക്കിന് കള്ളുകൂടിയുമായിട്ട് പണ്ട് തോട്ടും വക്കിലും വരമ്പിലും കലിക്കിലും അതുപോലെ തന്നെ സമയം ചെലവഴിച്ചിരുന്ന സമയത്ത് അവരുപയോഗിച്ചിരുന്ന ഒന്നാണ് മദ്യപാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും വിവാഹ സൽക്കാരങ്ങളിൽ അങ്ങനെയുള്ള ഒക്കേഷൻസിൽ യൂസ് ചെയ്തിരുന്ന ഒന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിരുന്ന മദ്യപാനം. പക്ഷേ ഇന്നത്തെ തലമുറ കണ്ടുപരിചയിക്കുന്ന ലഹരി എന്ന് പറയുന്ന സാധനം, ഇത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള തെറുപ്പ് ബീഡി അല്ലെങ്കിൽ മദ്യപാനശീലം, അത് ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരുകൾ മാറി വരുമ്പോൾ നിയമങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കല്ലേ. ഫോർ എക്സാമ്പിൾ തന്നെ ജി എസ് ടിയുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ബജറ്റിൽ GST വ്യത്യാസം വന്നു. അതിനു മുൻപ് അവതരിപ്പിച്ച GST വ്യത്യാസം വന്നു. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ വില മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യനെ പട്ടിണിയിടും, പട്ടിണിയിൽ നിന്ന് കരകയറ്റും. അങ്ങനെ ഓരോ നിയമങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും, മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ലഹരി വിരുദ്ധ ദിനങ്ങൾ ആചരിക്കും. പാവപ്പെട്ട കുറേ സ്കൂൾ വിദ്യാർത്ഥികളെ പൊരി വെയിലും കൊള്ളിച്ച് കുറേ ബാനറും കുറേ പോസ്റ്ററും കുറേ പ്ലാക്കാർഡും പിടിപ്പിച്ചിട്ട് ലഹരി വിരുദ്ധ ദിനമെന്നും പറഞ്ഞിട്ട് ഈ പൊരി വെയിലത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. ആർക്കാ പ്രയോജനം? എന്താണ് പ്രയോജനം? എത്രയോ കുടുംബങ്ങൾ ഈ ലഹരിയുടെ ഉപയോഗം കാരണം നശിക്കുന്നു, സമാധാനമില്ലാത്ത ഗതികേട് സഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾക്ക് ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലാത്തത്? നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റ്സിലും മദ്യം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റേറ്റ്സിലൊക്കെയും മറ്റു പല ലഹരികളുടെയും കഞ്ചാവ്, MDMA അടക്കമുള്ള മറ്റു പല ലഹരികളുടെയും കടന്നുകയറ്റം ഉണ്ടെങ്കിൽ പോലും മദ്യപാനം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്താണ്? ഈ കേരളത്തിൽ പോലും ലഹരിക്ക് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ, യുവാക്കളുടെ ആത്മഹത്യ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം പോലും നമ്മളെപ്പോലുള്ള ആൾക്കാരോ സർക്കാരോ മനസ്സിലാക്കുകയോ, എന്നാൽ മനസ്സിലാക്കിയാൽ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ നിയമങ്ങൾ മാറ്റുന്നില്ല. പ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? മദ്യപാനം എന്ന് ജനങ്ങൾ ഉപേക്ഷിക്കുന്നു അന്നേ ദാരിദ്ര്യം ഇല്ലാതാവൂ എന്നാണ്. സത്യമാണ്, ഒരു പരിധിവരെ വളരെയധികം സത്യമാണ്. പണിക്ക് പോയി കുടുംബം നോക്കേണ്ടവന് അല്ലെങ്കിൽ അവൾ മദ്യപാനത്തിന് വേണ്ടി സമയവും പണവും മാറ്റിവെച്ചാൽ
ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിനെല്ലാം പുറമെ ഒരാൾ വളരുന്ന സാഹചര്യവും ചുറ്റുപാടും ഇടപഴകുന്ന ആളുകളുമെല്ലാം ഒരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരി ഉപയോഗം നല്ല സുലഭമായിട്ട് നടത്തുന്നുണ്ട്. ഒരു 7ാം ക്ലാസ്, എൻ്റെ അറിവിൽ വെച്ച് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ അവൻ്റെ കയ്യിലേക്ക് ലഹരിയുടെ പല വാതിലുകളിൽ നിന്നും ലഹരി എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ പണ്ടത്തെ കാലത്ത് പെൺകുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ട് കേട്ടറിവ് പോലുമില്ല. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി, പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു തുടങ്ങി. ഇതിന് മാത്രം എങ്ങനെ കിട്ടുന്നു? എവിടുന്ന് കിട്ടുന്നു? എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെ നിരോധിക്കാത്തത്? സർക്കാർ ഇതിനെ നിരോധിക്കാത്തിടത്തോളം കാലം ഇത് നമ്മുടെ മാർക്കറ്റിൽ, ഇതിപ്പോൾ ഒരു മാർക്കറ്റാണല്ലോ. കേരള ഇസ് എ മാർക്കറ്റ് ഓഫ് ഡ്രഗ്സ്. കേരളം ഡ്രഗ്സിൻ്റെ ഒരു മാർക്കറ്റാണ്. പച്ചക്കറി ചന്ത, മീൻ ചന്ത എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ലഹരിയുടെ ഒരു മാർക്കറ്റാണ് ഇന്ത്യയിലെ ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻസിൽ തിരുത്താം. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഇങ്ങനെ ലഹരി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് തടയുന്നില്ല? എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? എന്തുകൊണ്ട് പൂർണ്ണമായും നിർത്തലാക്കുന്നില്ല? ചൊട്ട മുതൽ ചുടല വരെ എന്നാണല്ലോ പഴമൊഴി. ചെറുപ്പം മുതൽ ഒരാളെ ഏത് സ്വഭാവത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നോ മരണം വരെ അയാൾ ആ രീതിയിൽ ആയിരിക്കും. ഇതിൽ കുടുംബത്തിനും സമൂഹത്തിനും, പ്രത്യേകിച്ച് ഇയാൾ ഇടപെടുന്ന സുഹൃത്ത് ബന്ധങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാവാത്ത നല്ലൊരു പങ്കുണ്ട്. സുഹൃത്ത് ബന്ധം തന്നെയാണ് ഒരു പരിധിവരെ, ഒരു പ്രായത്തിന് ശേഷം ഇയാളെ നല്ല രീതിയിൽ എത്തിക്കണോ മോശം അവസ്ഥയിലേക്ക് എത്തിക്കണോ എന്ന് എന്താ പറയുക, തീരുമാനിക്കുന്നത് സുഹൃത്ത് ബന്ധങ്ങളാണ്. കാരണം പലരും ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നതും പല കുടുംബങ്ങളും തകരുന്നതും സുഹൃത്ത് ബന്ധങ്ങൾ കാരണം തന്നെയാണ്. പ്രിയപ്പെട്ട മുഖ്യ, ഞാൻ മൈക്കിൽ കൂടി പറയാട്ടോ, പ്രിയപ്പെട്ട മുഖ്യ, താങ്കൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എവിടെ അറിയാം. അദ്ദേഹവും കൂട്ടുകാരും മദ്യക്കച്ചവടം നടത്തി സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേരളത്തിലെ കള്ളുകുടിയന്മാരുടെയും ലഹരിക്ക് അടിമപ്പെട്ടവരുടെയും വീടുകളിലെ പാവപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെ അവസ്ഥ എത്രയോ ഭീകരമാണ്. ഇതൊക്കെ താങ്കൾ അറിയുന്നുണ്ടോ മുഖ്യ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മദ്യപിച്ച് ആരെങ്കിലും പള്ളിയിൽ പോകാറുണ്ടോ? മസ്ജിദിൽ പോകാറുണ്ടോ? ആരെങ്കിലും ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? മദ്യപിച്ചിട്ട് ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ എവിടെയെങ്കിലും ആരെങ്കിലും പോകാറുണ്ടോ? എന്നാലേ ഏതൊരു മദ്യപാനിയും ഏതൊരു ലഹരിക്ക് അടിമപ്പെട്ടവളും ധൈര്യമായിട്ട് 4 കാലിൽ കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. അറിയാമോ ഏതാണെന്ന്? ജന്മം നൽകിയ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയും പാതിരാത്രി വരെ ഇവനൊക്കെ വേണ്ടി ഉറക്കം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുമുള്ള വീട്ടിലേക്ക് കയറി ചെല്ലും. ധൈര്യത്തിൽ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ 4 കാലിൽ കയറി ചെല്ലും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളുടെയും കണ്ണുനീരാണ് ഓരോ തവണയായിട്ട് നിങ്ങൾ ഗ്ലാസ്സിൽ പകർന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കണ്ണുനീര് കൊണ്ടാണ് നിങ്ങൾ ലഹരിയിൽ ആറാടുന്നത്. ഇന്ന് നിങ്ങൾ ആ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ബുദ്ധിയുള്ളവരാകുമ്പോഴേക്കും നിങ്ങളെ കാണാൻ അവരുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മാറി ചിന്തിക്കുന്നവർക്ക് മാറി ചിന്തിക്കാം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആർമാദിച്ച് തന്നെ ജീവിച്ചു തീർക്കണം. പക്ഷേ ലഹരിയിലല്ല. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഒരു വെള്ളം ഒഴിച്ചാൽ കെടാത്തത്ര തീ നിങ്ങളുടെ ചങ്കിലുണ്ടാവണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നവരുടെ കൂടെ ഉണ്ടാവണം. ആ തീയാവണം നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലാതെ ഒരു ലഹരിയും ആവരുത് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് നിങ്ങൾ പാറിപ്പറക്ക്. നിങ്ങൾക്ക് അതായിരിക്കണം നിങ്ങളുടെ ലഹരി. നിങ്ങളുടെ സ്വപ്നമായിരിക്കണം നിങ്ങളുടെ ലഹരി. അതിനായിട്ട് പ്രലോഭിപ്പിക്കുന്നവരും ആവരുത്. ഒരു ലഹരിയും ആവരുത്. ആ ലഹരിക്ക് അടിമപ്പെടാനായിട്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നവരും ആവരുത്. നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക. മറ്റുള്ളവരെ ജീവിച്ച് കാണിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ കൗതുകവും ലഹരിയോടുള്ള ഭ്രമവും നിങ്ങൾക്ക് തരുന്നത് ആയുഷ്കാലം അത്രയും തീരാത്ത ദുരിതവും ദുഃഖവുമായിരിക്കും. പിന്നെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പേർ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ചിലർക്ക് ഇതൊക്കെ കേൾക്കാൻ രസമാണ്.
ചിലർക്കിതൊക്കെ ഇഷ്ടമാണ്, ചിലർക്ക് ഭയങ്കര ബോറിങ്ങാണ്, വെറുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അയ്യപ്പൻ്റെ ഒരു വരികളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പോയം, ഒരു കവിത എന്നൊക്കെ പറയാം. അതിൽ നിന്ന് ചെറിയൊരു വരി പറയട്ടെ. അയ്യപ്പൻ എഴുതിയതുപോലെ, കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. എന്താ അല്ലേ, ലഹരിയാണത്രേ ലഹരി. ജീവിതം മാത്രം ലഹരിയാക്കുക. ഇത് വെച്ച് നീട്ടുന്ന സുഹൃത്ത് ബന്ധങ്ങളോടും സൗഹൃദങ്ങളോടും ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പിന്തുടരുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കും. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.